ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മന്ത്രി ശശീന്ദ്രൻ, വല്ലാത്തൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങേക്കൊക്കെ നേരിട്ട് ബന്ധമുള്ള ഒരാളാണല്ലോ അജിത് പവാർ. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവിശ്വസനീയമായ ഒരു ദുരന്ത വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കരുത്തനായ ഒരു നേതാവായിരുന്നു അജിത് പവാർ. കഴിഞ്ഞ 25 വർഷമായി NCPയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച സഹപ്രവർത്തകന്മാരെന്നുള്ള നിലയിൽ എന്നോട് വ്യക്തിപരമായി നല്ല സ്നേഹവും അടുപ്പവും കാണിച്ചിട്ടുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം. ഇടക്കാലത്ത് മഹാരാഷ്ട്ര NCPയിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് രണ്ട് ചേരിയായി നിൽക്കേണ്ടി വന്നെങ്കിലും വ്യക്തിബന്ധത്തിന് യാതൊരു ഉറച്ചും ഉണ്ടായിരുന്നില്ല. മിനിസ്റ്ററെ, ഏറ്റവും അവസാനം അജിത് പവാറിനെ എന്നാ കണ്ടത്? അത് കഴിഞ്ഞ ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പുള്ള വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിച്ചത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ശശീന്ദ്രൻ ഇവിടെ ഇരിക്കുക, എൻ്റെ അടുത്തിരിക്കുക എന്ന് പറഞ്ഞത് എന്നെ വിളിച്ചിരുത്തിയൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഒടുവിലത്തെ ഓർമ്മ. പിന്നീട് നമുക്ക് പരസ്പരം ആശയവിനിമയം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കൂടി ഇടയുള്ള ഒരു ദുരന്ത വാർത്ത തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരോടെല്ലാം എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അനുശോചനം രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. മന്ത്രി എ കെ ശശീന്ദ്രനാണ് ടെലിഫോൺ ലൈൻ ഉണ്ടായിരുന്നത്. എന്തായാലും അജിത് പവാറിനെയൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് മന്ത്രി ശശീന്ദ്രൻ. NCPയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. രാവിലെ 8:45 ഈ വിമാനം അപകടത്തിൽപ്പെട്ടത്. ബാലൻസ്ഡ് വിമാനം ഇടിച്ചിറക്കാനുള്ള ശ്രമത്തിനിടയിൽ ക്രാഷ് ലാൻഡിങ്ങിനിടയിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 തവണ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ബാരാമതി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലുള്ളത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള രാഷ്ട്രീയ അധികായൻ കൂടിയാണ് അജിത് പവാർ. മാത്രമല്ല, ശരത് പവാറുമായിട്ടുള്ള എല്ലാ ആലോചനകളും പറഞ്ഞ് ഒത്തുതീർന്ന് ഒരു നല്ല സന്ധിയിലേക്ക് വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ദുരന്ത വാർത്ത നമ്മളെ തേടി വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.